അസ്സലാമലൈക്കും. കച്ചൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് നമ്മൾ ന്യൂസ് കണ്ടല്ലോ, ഇന്നലെ അറിയാലോ, കറുപ്പിൻ്റെ പേരിൽ നവവധു ആത്മഹത്യ ചെയ്തു. എന്താല്ലേ ചെയ്യുക, കറുപ്പ് കളറായിട്ട്. എന്തായാലും ന്യൂസ് കണ്ടു, വല്ലാത്തൊരു വിഷമമായി. ഇപ്പം ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും കറുപ്പ് കളർ തന്നെയാണ്. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നിന്നാൽ അതിനെ നേരങ്ങളാണ്. പിന്നെന്താ പറയുക, മനസ്സിന് തീരെ കട്ടിയില്ലാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. മനസ്സിനൊരു വിഷമം പോലും, വീട്ടിൽ നിന്ന് പോലും എന്നും സ്നേഹം മാത്രം കുട്ടി വളർന്നൊരു പെണ്ണാവണം. മറ്റൊരു വീട്ടിലേക്ക് പോയപ്പോൾ ഉള്ള അപമാനം സഹിക്കുകയും ചെയ്തതായിരിക്കണം. എന്തായാലും വല്ലാത്തൊരു വിഷമ സങ്കടമൊക്കെയായി ന്യൂസ് കേട്ടപ്പോൾ. പിന്നെ പറയാൻ ഞാനും കുറേ അനുഭവിച്ചിട്ടുണ്ട് കളറിൻ്റെ പേരിൽ ഒരുപാട്. എന്തായാലും കറുത്തിട്ടുള്ളവരെല്ലാം ഏകദേശം ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടാവണം. പലരും പുറത്ത് പറയും, പലരും പറയൂല. വിവാഹത്തിന് മുമ്പും ശേഷവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചത് എനിക്ക് ജനിക്കുന്ന മക്കൾ എന്നിപ്പോൾ എൻ്റെ കളറാവാതിരിക്കട്ടെ. പിന്നെ അങ്ങനെ ഒരു ഇത് തന്നു. മക്കൾ എന്തായാലും എൻ്റെ കളറല്ല. ഭർത്താവ് നിറം കുറച്ച് വെളുപ്പുണ്ട്, പിന്നെ ഭാര്യ കറുപ്പ് പോകുമ്പോൾ പിന്നെ ഏതൊരാളും പറയുമല്ലോ. പിന്നെന്താ പറയണ്ടേ, ഇതിന് പറയാനൊരു വിഷമം കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി പെൺകുട്ടി അങ്ങനെ ചെയ്തത്. ചിന്തിക്കാനുള്ളൊരു പ്രായവുമില്ല. പിന്നെ വെച്ചാലോ, പിന്നെ പെൺകുട്ടികളൊന്നും ഇത്ര വേഗം കല്യാണം കഴിച്ച് വിടാനും പാടില്ല. എന്തോ ഇപ്പം കൂടുതൽ അത് ഒരുപാട് കേട്ട് വരുന്നുണ്ട്. ആത്മഹത്യ ചെയ്തു. ചിന്തിക്കാനുള്ള പക്വതയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിക്കൊണ്ട് പെൺകുട്ടി ഒരിക്കലും ഞാൻ ആ ഒരു പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ച് വിടില്ല. വല്ലാത്തൊരു വിഷമമായിപ്പോയി. പിന്നെ എന്താ പറയണ്ടേ, നമ്മളെല്ലാം ഒന്ന് ചിന്തിക്കണം. ഇപ്പം ആര് കേൾക്കുകയാണെങ്കിലും ആര് കാണുകയാണെങ്കിലും ഒന്ന് ചിന്തിക്കുക. നമ്മളെന്താ പറയുക, നമ്മൾ ഒരാളങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാകും. ഞാനങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് കറുപ്പാണെങ്കിൽ ഇനി എന്താണെങ്കിലും അവർക്ക് എത്രമാത്രം മനസ്സിന് വിഷമം ഉണ്ടാവും എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കലുണ്ട്. എനിക്ക് വല്ലാത്തൊരു വിഷമമാവും അത് കാണുമ്പോൾ, കേൾക്കുമ്പോൾ.